കണ്ണൂർ പരിയാരം ഓണപ്പറമ്പിൽ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തെ തുടർന്ന് എപി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളിയും മദ്രസയും തല്ലിത്തകർത്തു. ഇന്നലെ രാത്രിയാണ് 30ഓളം പേരടങ്ങുന്ന അജ്ഞാത സംഘം വ്യാപകമായ ആക്രമണം നടത്തിയത്. മാരകായുധങ്ങളുമായി എത്തിയ സംഘം പള്ളിയുടെയും മദ്രസയുടെയും ജനൽ ചില്ലുകൾ തല്ലിത്തകർക്കുകയും എസ്എസ്എഫ് പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തു. കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന പള്ളിയും മദ്രസയുമാണ് അജ്ഞാത സംഘം തകർത്തത്. പള്ളിയുടെ സമീപത്തുണ്ടായിരുന്ന കാറുകളും ഇരുചക്ര വാഹനങ്ങളും തകർത്ത സംഘം എസ്എസ്എഫ് പ്രവർത്തകരെയും ക്രൂരമായി ആക്രമിച്ചു. പരിക്കേറ്റ 7 പേർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥലം സന്ദർശിച്ച സിപിഐഎം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ആരോപിച്ചു. ലീഗുകാരാണ് എന്നുള്ള പരിഗണനയോടുകൂടി ഈ മുഹമ്മദ് അലിയും റഫീഖും അത്തീഖും എന്ന് പറയുന്ന ഈ ക്രിമിനലുകളായിട്ടുള്ള പ്രതികളെ പിടിക്കാതിരിക്കുന്ന നിലപാട് പറ്റില്ല. വൈകിട്ടോടെ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരും സ്ഥലം സന്ദർശിച്ചു. കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിയാരം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചു. യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.